ദൈവത്തിനൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഞാൻ എനിക്ക് ആകാശമുട്ട ഇലകളുണ്ട്, എൻ്റെ കീഴിൽ ആൾക്കാർ വന്ന് തണലത്തിരിക്കുന്നു, മാങ്ങ പറിച്ചുകൊണ്ട് പോകുന്നു, ഹാപ്പിയാണ്. പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മളും ഭാഗമാണ്. അല്ല, കുറെ കൂടെ അവര് പ്രകൃതിയുമായിട്ട് ലയനത്തിലാണ് നമ്മള് പക്ഷെ നമ്മളാണ് അംഗീകരിക്കാതെ നമ്മൾ സ്വതന്ത്ര ചിന്തകളായി കഴിഞ്ഞു. വളരെ നമ്മൾ ലാളിച്ച് വളർത്തുന്ന മൃഗങ്ങള് ആ മൃഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ സോള് കുറച്ചുകൂടെ എലിവേറ്റഡ് ആകും. നമ്മളെപ്പോലെ ചിന്തിക്കാനും നമ്മളെപ്പോലെ എല്ലാം പെരുമാറുന്നില്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക മമതയും നല്ല പ്രത്യേക വിശേഷ ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നു, മനുഷ്യനേക്കാൾ കൂടുതലായിട്ട്. നായ്ക്കൾ മാത്രമല്ല, മൃഗങ്ങളെല്ലാം. അതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവർക്കറിയാൻ പറ്റും, മനുഷ്യനറിയാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് വ്യക്തിയായിട്ട് നമ്മളുടെ വിശേഷ ബുദ്ധി കൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളായിട്ട് മാറുന്നു. ഇവരെ കൺട്രോൾ ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു നിയന്ത്രണത്തിലാണ്. നമസ്കാരം. അൺഎക്സ്പ്ലെയിൻഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ എപ്പിസോഡ്സിൻ്റെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പലപ്പോഴും. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ ശാന്ത ചേച്ചിയോട് റേസ് ചെയ്യുന്നത്. ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി, ഒരു ചോദ്യം ഒരാൾ അയച്ചതാണ്. നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ലൈക്ക് പാസ്റ്റ് ലൈഫ്, ഇനി പുതിയൊരു നെക്സ്റ്റ് ലൈഫിലേക്കൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ജന്മം കഴിഞ്ഞ് ഇനിയൊരു ജന്മം, നെക്സ്റ്റ് ലൈഫ് ഡേ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ജന്മത്തിൽ മരിക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് തോട്ടാണ് അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു സീഡ് എന്നാണ്. നമ്മൾ ഉന്നതിയിലേക്കാണോ ജനിക്കുന്നത് അതോ അധപ്പതിച്ചാണോ ജനിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് തോട്ടാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് വീട്ടിൽ വളരെ അവരിഷ്ടപ്പെടുന്ന ഒരു പെറ്റുള്ള ആരെങ്കിലും ആയിരിക്കാം തോന്നുന്നു. മൃഗങ്ങൾക്ക് എങ്ങനെയാണ്? മൃഗങ്ങൾക്ക് അടുത്ത ജന്മം മൃഗമായിട്ട് തന്നെ ആയിരിക്കുമോ അതോ മനുഷ്യരായിട്ടായിരിക്കുമോ? കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും വീട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും വ്യത്യാസമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിന് എങ്ങനെയാണ്, ഈ മൃഗങ്ങളുടെ ആസ്പെക്ട് എങ്ങനെയാണ്? അത് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ബന്ധിച്ചിട്ട് പറയാം. ഓക്കെ. അപ്പം ജനറലി നമ്മൾ പറയുന്നത് നമ്മൾ മരിക്കാൻ പോകുന്ന നിമിഷം, മരിക്കാൻ പോകുന്ന നിമിഷത്തെ തോട്ടനുസരിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ മരിക്കാൻ പോകുന്ന ആ ഒരു ഫ്രാക്ഷൻ സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ചിന്തകളിൽ കൂടി മിന്നിമറയും. ഒന്നിൽ നിന്നും രക്ഷയില്ല. ഇല്ലേ? അപ്പൊ അവസാനം ഒരു തോട്ട് അങ്ങനെ വെച്ചാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കൂടി മിന്നിമറയും. അതിനെയാണ് ചിത്രഗുപ്തൻ കണക്ക് നോക്കുക എന്ന് പറയുന്നത്. അതായത് ഗുപ്തമായിട്ട് ചിത്രണം ചെയ്തത്, ഗോപ്യമായിട്ടിരിക്കുന്ന റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യം. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ മനസ്സ്, അതനുസരിച്ചാണ് പാസ്റ്റ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ഇങ്ങനെ മിന്നിമായുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ചില കാര്യങ്ങളോട് നമുക്കപ്പോൾ കൂടുതൽ മമത വരും, സങ്കടം വരും, ദേഷ്യം വരും, പലതും വരുമല്ലോ. അപ്പൊ നമുക്ക് നിർമ്മമമായിട്ട് അതിനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മൾ ചാൻഡിങ് ഒക്കെ ചെയ്ത് ഇരിക്കണം എന്ന് പറയുന്നത്. പണ്ടൊക്കെ വയസ്സായ ആൾക്കാർ എപ്പോഴും അമ്മൂമ്മമാരൊക്കെ നാമം ജപിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു മനസ്സൊന്ന് അടങ്ങി അന്തരം നമുക്ക് ആ സമയത്ത് സ്വസ്ഥമായിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അതേപോലെ അത് ഇനിയും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളുടെ മനസ്സിൽ കയറി നോക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ പലപ്പോഴും മനുഷ്യൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ അവരുടെ പഴയ പല ലൈഫുകളിലും അവർ മൃഗാവസ്ഥയിലിരിക്കുന്ന ഒരു ഫേസിലേക്ക് പോകാറുണ്ട്. അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഉള്ള പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ചിന്തയും നമ്മളുടെ ഒരു ഫ്ലോ ഓഫ് തോട്ട്സും നമ്മളുടെ ഫീലിങ്സും എല്ലാം ഒരു മനുഷ്യനെ പോലെയാണല്ലോ. അപ്പം പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ നമ്മളൊരു മൃഗമാവുമ്പോഴും ഇതേപോലത്തെ തോട്ട്സ് ഉണ്ടാവുമോ? അല്ല, അവരുടേതായിട്ടുള്ള തരത്തിലുള്ള തോട്ട്സ്. എന്നാലും ഞാനിപ്പോ അടുത്ത ആളെ അവൻ വിളിക്കുന്ന പോലെ തന്നെ മൃഗവും മൃഗത്തിന്റെ അടുത്തിരിക്കും, രണ്ട് പട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അങ്ങനെയൊക്കെ. ഒരിക്കലും ഒരു പാസ്റ്റ് ലൈഫ് ഒരു സ്ഥലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു തിരക്കുള്ള സ്ഥലമായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, കുറേ നായ്ക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ല, കുറച്ചൊരു കമ്മ്യൂണിറ്റി പോലത്തെ സ്ഥലമാണ്. അപ്പൊ ഒരാള് കുറെ 3-4-5 ലൈഫ് കഴിഞ്ഞിട്ട് ഒരു ലൈഫിൽ അയാൾ നായായിരുന്നു. അപ്പൊ അയാളുടെ എക്സ്പീരിയൻസ് നായായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയുന്നത്, മനുഷ്യനായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. ആ പാസ്റ്റില് നായായിട്ടുള്ള ലൈഫിലേക്ക് അയാൾ പോയ ആ മൊമെന്റിൽ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന നായ്ക്കൂട്ടങ്ങള് വേറൊരു പുതിയ നായ കണ്ട പ്രവഹിക്കുന്ന ഒരു ശബ്ദമില്ലേ, ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കില്ല, അവരുടെ പിന്നെ ടെറിട്ടറിയിലേക്ക് വേറൊരു നായ വരുമ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കും, അതേ സൗണ്ട് വെച്ച് ബഹളുണ്ടാക്കി. ആ പാസ്റ്റില് അയാൾ ആ നായായിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി വേറെ ലൈഫിലേക്ക് പോകുന്നത് വരെ ഈ നായ്ക്കൾ അതേ സൗണ്ട് ഉണ്ടാക്കി. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷെ റിയലായിട്ട് സംഭവിച്ച കാര്യം. അതൊരു എക്സ്പീരിയൻസ്. കാരണം അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ആളുകൾ പറയുന്നത് ഈ ജീവജാലങ്ങൾക്കൊക്കെ ഒരു ഗ്രൂപ്പ് സോളാണെന്നാണ് പറയുന്നത്, അല്ലെ പ്രകൃതിയുടെ കൂടുതൽ നിയന്ത്രണത്തിൽ, മനുഷ്യനേക്കാൾ കൂടുതലായിട്ട്. നായ്ക്കൾ മാത്രമല്ല, മൃഗങ്ങളല്ല. അതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവർക്കറിയാൻ പറ്റും, മനുഷ്യനറിയാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് വ്യക്തിയായിട്ട് നമ്മളുടെ വിശേഷ ബുദ്ധി കൊണ്ട് നമ്മൾ ഒരേ വ്യക്തികളായിട്ട് മാറുന്നു. ഇവരെ കൺട്രോൾ ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു നിയന്ത്രണത്തിലാണ്, പ്രകൃതിയുടെ മൊത്തത്തിലുള്ള നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു. പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്, നമ്മളും ഭാഗമാണ്. അല്ല, കുറെ കൂടെ അവർ പ്രകൃതിയുമായിട്ട് ലയനത്തിലാണ്. നമ്മള് പക്ഷെ നമ്മളാണ് അംഗീകരിക്കാതെ നമ്മൾ സ്വതന്ത്ര ചിന്തകളായി കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിയുടെ കുറച്ചുകൂടെ ഈഗോ എന്ന് പറയാം, ബുദ്ധിന്ന് ഈഗോ എന്തെങ്കിലും നമ്മൾക്ക് നമ്മളെന്നുള്ളൊരു ചിന്ത കൂടുതലായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നീട് ഒരു പാസ്റ്റ് ലൈഫ് ചെയ്തപ്പോൾ ഈ നായ അതെന്താണ് അതിൻ്റെ മനസ്സിൽ പറയുന്നതെന്നൊക്കെ അറിയാനൊരു താല്പര്യമുള്ളതുകൊണ്ട് ആ ലൈഫിൽ നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോൾ ഒരു ലൈഫിൽ ഒരു നായ വളരെ യജമാനനോട് സ്നേഹമാണ്, വീട്ടിലുള്ളവരോടൊക്കെ സ്നേഹമാണ്, സന്തോഷമാണ് എന്നൊക്കെയാണ് അത് പറഞ്ഞത്. അതിനുശേഷമാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല് ഈ നായ മരിച്ചു. അത് മരിച്ചു പോയപ്പോ എന്ത് ചെയ്തു, അവിടുത്തെ ജോലിക്കാരൻ ഈ നായയെ കൊണ്ടുപോയിട്ട് അതിനെ വളർത്തുന്ന യജമാനൻ ജോലിക്കാരനോട് പറഞ്ഞു, നീ കൊണ്ടുപോയിട്ട് കുഴിച്ചിടൂ. അപ്പൊ ഈ നായയുടെ മനസ്സെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം അവരെ വളരെ സ്നേഹിച്ചല്ലോ, എന്നിട്ട് ഞാൻ മരിച്ചിട്ട് എന്നെ ഒന്ന് നോക്കാൻ പോലും അവർ വന്നില്ല എന്നുള്ളൊരു പെയിൻ അത് ഷെയർ ചെയ്യുന്നു നായ. അതേപോലെ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അതേപോലെ ഒരു പശു പിന്നെ അത് മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന് റീബർത്ത് കുട്ടിയായിട്ട് ജനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ, അതൊക്കെ എക്സ്പീരിയൻസ്, ഈ പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പം നമ്മൾ വീട്ടിൽ വളരെ നമ്മൾ ലാളിച്ച് വളർത്തുന്ന മൃഗങ്ങൾ ആ മൃഗാവസ്ഥയിൽ ഇരിക്കുമ്പം തന്നെ അവരുടെ സോള് കുറച്ചുകൂടെ എലിവേറ്റഡ് ആകും. നമ്മളെപ്പോലെ ചിന്തിക്കാനും നമ്മളെപ്പോലെ എല്ലാം പെരുമാറുന്നില്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക മമതയും അല്ലെ പ്രത്യേക വിശേഷ ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നു. ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെ ഏകദേശം ആ സോള് വികാസം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് അടുത്ത് മനുഷ്യനിലേക്കാണ് പോവുക. അതാ ആ മൃഗാവസ്ഥ ഇരിക്കുമ്പം തന്നെ അത് ആ ഡെവലപ്മെന്റ് സംഭവിക്കുക, വികാസം പ്രാപിക്കുക ചെയ്യുന്നത്. അതിന്റെ ചിന്തകളും എല്ലാം, ശരീരം അതാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചിന്തകൾ ഉണ്ടാവുമല്ലോ, ചിന്തയുണ്ടാകും, വികാരങ്ങൾ ഉണ്ടാകും. നമ്മൾ വളർത്തുന്ന ജീവികളൊക്കെ നമ്മളോട് സ്നേഹം, പിണക്കം ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരുപാട്, എല്ലാം അല്ലെങ്കിലും ഒരുപാട് വിചാരങ്ങളുണ്ട്. അപ്പൊ അതടുത്ത് തീർച്ചയായിട്ടും മനുഷ്യ ജന്മത്തിലേക്ക് പോകുക. അപ്പൊ ആ സോളിനും തീർച്ചയായിട്ടും അതിനൊരു ഇഷ്ടമുള്ള സ്ഥലത്തല്ലേ അത് പോയി ജനിക്കുക. അപ്പൊ സെയിം ഫാമിലിയിലൊക്കെ ജനിക്കാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു ചോയ്സ് ഉണ്ട്, തീർച്ചയായിട്ടും. എല്ലാത്തിലും ജീവന്റെ തന്നെ ഒരേ ഭാവം തന്നെയാണ്. എവിടെയോ ഒരു ഘട്ടത്തിൽ അത് വികാസം പ്രാപിച്ച ഒരു മനുഷ്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിനെന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ കാട്ടില് ജീവിക്കുന്ന ഒരു സിംഹത്തിനോ പുലിക്കോ ഒന്നും പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് മനുഷ്യനാവാൻ പറ്റൂല, മനുഷ്യരുടെ കൂടെ ജീവിച്ചിട്ടേ പിന്നെ മനുഷ്യരാവാൻ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ചോദിച്ച കാട്ടിലുള്ളവരുടെ എക്സ്പീരിയൻസ് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കണ്ട് ശീലിക്കുന്നതുമായിട്ടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത്, വാസനകൾ വരുന്നത്. കാട്ടിലുള്ള
പുലിക്കോ അതുമായിട്ട് പിന്നെ ഏറ്റവും അടുത്ത മൃഗത്തിന്റെ ഇംപ്രഷൻ ആയിരിക്കുമല്ലോ, അങ്ങനെയല്ലേ വരിക. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കല്ലേ പോവുക, അങ്ങനെയാണ് വരിക. അപ്പൊ കാട്ടുമൃഗങ്ങള് ഇപ്പൊ പല മനുഷ്യരും മൃഗാവസ്ഥയിൽ നിന്ന് മനുഷ്യാവസ്ഥയിലേക്ക് വരുന്ന പരിണാമം ഫസ്റ്റ് ലൈഫിൽ നമ്മൾ കാണാറുണ്ട്. അത് മിക്കതും പശു അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ആ അവസ്ഥയിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ പശു അങ്ങനെയൊക്കെ ഉള്ള, പശു മാത്രമല്ല ഡൊമസ്റ്റിക് ആനിമൽസ്, അങ്ങനെയുള്ളതിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ലൈഫുണ്ട്. ഒരുപാട് പിന്നെ ഒരുപാട് ജന്മങ്ങൾ കഴിയാതെ ഡയറക്റ്റ് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ വികാര വിചാരങ്ങളും ഒക്കെ കുറച്ച് താമസിക്കായിരിക്കും. പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ്, അതായത് ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള അവസരങ്ങൾ, ദേഷ്യമായാലും വൈരാഗ്യമായാലും ഭാവങ്ങൾ വരുമല്ലോ. അപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ മൃഗത്തിന്റെ ഒരു ലാഞ്ചന അവരുടെ ശബ്ദത്തിലോ രൂപത്തിലോ ഒക്കെ ദർശിക്കാൻ പറ്റും. അത് ഭയങ്കര അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതിശയം തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ ഇതൊരു കൗതുകം കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് എപ്പോഴും ഇതിനെ നിരീക്ഷിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മരങ്ങളിൽ നിന്നും ഡയറക്റ്റ് മനുഷ്യനത്തിൽ വന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു ഒരു ഒരാൾ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതൊരു വള്ളിച്ചെടിയാണ്, ഒരു മരത്തെ ചുറ്റി കിടക്കുന്ന വള്ളിച്ചെടി. ഈ വള്ളിച്ചെടിക്കൊപ്പം നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ബോധമുണ്ടോ? അതാണ് ചോദ്യം വരുന്നത്. പക്ഷെ ഈ വള്ളിച്ചെടി, ആ വള്ളി അടുത്തത് മനുഷ്യനായിട്ടാണ് വന്നത്. ആ പയ്യനെ കണ്ടതിനൊരു വള്ളി പോലെയാണ് കണ്ടാലേ ശരിക്കും. ചെടിയുടെ പോലെ ഒരു വള്ളി പോലെ ഒരു നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് ഇനിയും കേട്ടതുകൊണ്ട് തോന്നുകയാണെന്നറിയില്ല. പക്ഷെ ആ ലൈഫിൽ നിന്നത് പുറത്തു പോകാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു. ആ ലൈഫിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാനിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഇങ്ങനെ വള്ളികൾ പടർന്നിട്ട് മരത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആകാശം കാണാൻ പറ്റും, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചു. അത് എനിക്ക് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുവാണ് എന്താണ്. കാരണം അങ്ങനെ ആ രീതിയിൽ എലിവേറ്റഡ് ആണോ, ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആണോ, ഡെവലപ്ഡ് ആണോ അവരുടെ നെർവസ് സിസ്റ്റവും അവരുടെ തോട്ട്, അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ചെടിക്കുണ്ടോ എന്ന് നമുക്കൊരു സംശയം. വലിയ മരങ്ങളൊക്കെ മരങ്ങളായിട്ടിരിക്കുന്ന മരത്തിനൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഞാൻ ആകാശത്തില്, എനിക്ക് ആകാശം വിട്ട ഇലകളുണ്ട്, എൻ്റെ കീഴിൽ ആൾക്കാർ വന്ന് തണലത്തിരിക്കുന്നു, മാങ്ങ പറിച്ചുകൊണ്ട് പോകുന്നു, ഹാപ്പിയാണ്. മരങ്ങൾ സംവേദനക്ഷമതയുണ്ടല്ലോ, നമ്മൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മരങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അതെ അതെ. നമുക്കിപ്പം ശരിക്കും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, അവരിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ജെന്റിലായിട്ട് വന്ന് കയ്യിൽ തൊടുന്ന റീൽസ് ഒക്കെ ആൾക്കാർ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു തെങ്ങിന്റെ കാര്യം. അത് സ്റ്റെയർ കേസിന്റെ അടുത്ത് നിന്നിട്ട് കുട്ടികൾ നാളികേരത്തിലൊക്കെ ഇങ്ങനെ വരച്ചു വെക്കുക ഒക്കെ ചെയ്ത്, അത് എല്ലാം ഞാനില്ലാത്തൊരു സമയത്ത് അതൊക്കെ കരിക്ക് പറിച്ചെടുക്കുക ഒക്കെ ചെയ്യും. ഞാൻ ഈ തെങ്ങ് ഞാൻ വാങ്ങുമ്പോൾ അത് പോയി നിശ്ചയ പോലെ ഉണ്ടായിരുന്നതാണ്. അവരത് മുറിച്ച് കളയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ചെന്ന് പറയും എനിക്ക് ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ, നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ അവർ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. എന്തായാലും വെള്ളക്കയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് അപ്പുറത്തെ ഭാഗത്തേക്കാണ് എല്ലാ ചുട്ടകളും വരിക. ഇതിന്റെ കൂമ്പുകള് ഈ സൈഡിൽ ഇല്ല, അത് അപ്പുറത്തേക്ക് വന്നു. അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അതുപോലത്തെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സയന്റിഫിക് റിസർച്ച് തന്നെ പലയിടത്തും 2 ചെടി വെച്ചിട്ട് ഒരു ചെടിയോട് നമ്മൾ സംസാരിക്കുകയും അഫെക്ഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുക, ഒന്നിനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്താൽ നമ്മൾ എന്തിനാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് നല്ല പുഷ്ടിച്ച് വളരും, മറ്റേത് കുറച്ച് മുരടിച്ചു പോകും എന്നുള്ളത്, അതിന്റെ വളർച്ച മുരടിക്കും എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകളൊക്കെ നടന്നിട്ടുള്ള ഹീലിംഗിന് വേണ്ടിയിട്ടും നമ്മൾ അതിനോട് പ്രാർത്ഥിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകുമെന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് നടക്കുന്നുണ്ടല്ലോ. സംവേദനശേഷിയുണ്ട്. പക്ഷെ എനിക്ക് ആകാശം കാണാം. ഈ ആകാശം എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതൊരു കോൺസെപ്റ്റ് ആണല്ലോ. അതൊക്കെ ഈ ഒരു മനസ്സിന്റെ തലത്തില്, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇപ്പൊ മനുഷ്യനായി തിരിഞ്ഞു നോക്കുമ്പം ആ അവസ്ഥയില് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അത് നമുക്കറിയാം. അല്ലെങ്കിൽ അതിനും അറിയും, എല്ലാ ജീവജാലങ്ങൾക്കും അറിവുണ്ടാകുമല്ലോ. ഒരു പ്രാണശക്തി എല്ലാവർക്കും ഉണ്ടല്ലോ. അതൊരു യൂണിറ്റ് അല്ലേ, പ്രാണന്റെ യൂണിറ്റ് എന്ന് പറയാൻ. മൃഗങ്ങളെക്കാളും കുറഞ്ഞൊരു യൂണിറ്റ്
പ്രാണ മരങ്ങൾക്കുണ്ടല്ലോ. പക്ഷെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എല്ലാത്തിനും ഈ ഒരു പ്രാണോർജത്തിന്റെ ഒരു അവസ്ഥകളില്ലേ, അത് കൂടി കൂടി വന്നിട്ടല്ലേ മനുഷ്യനിൽ വരുമ്പോൾ പൂർണ്ണമായിട്ട് വരുന്നു. മനുഷ്യനേക്കാൾ കൂടുതൽ പിതൃക്കൾക്കുണ്ടെന്നല്ലേ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ ദേവതകൾക്കുണ്ടെന്നല്ലേ പറയുന്നത്. അനുഗ്രഹിക്കാൻ സാധിക്കുന്നവരാണ്, ദേവതകൾക്കും അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് പറയുന്നതുകൊണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വൈത്തീശ്വരൻ കോവിലിൽ പോയിട്ട് ഓല എടുത്തപ്പോഴത്തേക്കും ഇനി 2 ജന്മം കൂടിയുണ്ട് മോക്ഷം കിട്ടാനായിട്ട്, ഒന്ന് മരമായിട്ടും ഒന്ന് പ്രാവായിട്ടും എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം എൻ്റെ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനുഷ്യൻ ജന്മത്തിൽ നിന്നാണല്ലേ മനുഷ്യജന്മത്തിലൂടെ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ തിരിച്ച് ഈ മരമായിട്ടും പിന്നെ തിരിച്ച് മരമായിട്ടും പ്രാവായിട്ടും ഒക്കെ ജനിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ. അല്ല, എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. മരമായിട്ട് ജനിക്കാം, മനുഷ്യൻ കഴിഞ്ഞിട്ട് ജനിക്കാം. നമ്മൾ ഒരുപാട് കാലം അബോധാവസ്ഥയിലൊക്കെ കിടന്നാൽ മരമായിട്ട് ജനിക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എത്രമാത്രം അവയർനെസ്സോട് കൂടി മരിക്കുന്നു, അതനുസരിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ജന്മങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഉള്ളവര് തീർച്ചയായിട്ടും അവയർനെസ് കുറവുള്ളവർക്ക് മരമായിട്ട് ജനിക്കാൻ പറ്റും. പിന്നെ പ്രാവിൽ നിന്ന് മോക്ഷാവസ്ഥ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മള് ഈ കാമാഖ്യ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പ്രാവുകൾ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയും, സ്വയം ആത്മാഹുതി ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇനി അങ്ങനെ ഉണ്ടാകുമായിരിക്കും, അതിന് മോക്ഷം കിട്ടുന്നതാണല്ലോ പറയുന്നത്. പ്രാവുകള് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ പ്രാവുകളൊക്കെ വളരെ കാമായിട്ടായിരിക്കുന്നത്. പ്രാവുകൾ പൊതുവെ എങ്ങനെയാണ്. പക്ഷെ ആടുകളും മൃഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് വയലന്റ് ആകും, അതിനൊരു ഫിയർ കാണും. പക്ഷെ അതെല്ലാം ഒരു മെഡിറ്റേറ്റീവ് മൂഡിലാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ. പക്ഷെ ആദ്യമായിട്ട് പുതിയൊരു സോള് ഭൂമിയിലേക്ക് വരുമ്പം പ്രാവായിട്ട് ജന്മം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പുല്ലായിട്ടും പുഴുവായിട്ടും ഒന്നും അല്ലാതെ തന്നെ എവിടെയോ റെസ്റ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങൾ ശരീരമൊന്നും ഇല്ലാതിരുന്നതിന് ശേഷം വീണ്ടും ശരീരം എടുക്കുമ്പോൾ പ്രാവായിട്ട് ജനിക്കുന്നത്. അത് ഒരാളുടെ എക്സ്പീരിയൻസ് അങ്ങനെ പറഞ്ഞിരുന്നു. നമ്മൾ പറയുന്നത് പോലെ തന്നെ 15 ദിവസം ഇരുട്ട്, 15 ദിവസം വെളിച്ചം, അതായത് പക്കങ്ങൾ, ആ ഒരു പ്രയാണം ടണലിൽ കൂടി പോകുന്ന പോലെ ഞാൻ യാത്ര ചെയ്തിപ്പോൾ ഞാനൊരു പ്രാവായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, എനിക്കെല്ലാം കാണാം, ലോകം കാണാം, മരങ്ങൾ കാണാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ, അതായത് രണ്ടാമത് കുറേ റെസ്റ്റിംഗ് പീരീഡ് വളരെ കൂടുതലായിട്ടുള്ള സോള്, അവർക്ക് ഫേവറിഷ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വരുമ്പോൾ പ്രാവായിട്ട് ജന്മം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രാവിൽ നിന്ന് ജീവിതം എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു കൗതുകത്തിൽ ചോദിച്ചാണ് ആ വിഷയത്തിലേക്ക് വന്നത്. മരങ്ങൾക്ക് ആ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും പുതിയ വേറൊരു ഇപ്പം നമ്മൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയക്കണം. ഇതിപ്പോൾ നമ്മളുടെ ഒരു പ്രേക്ഷകനോ അയച്ച ചോദ്യമാണ് നമ്മളിവിടെ ഉന്നയിച്ചത്. അതിന് വളരെ കൗതുകകരമായ, നമുക്ക് പിന്നെയും സംശയങ്ങൾ ഒരുപക്ഷെ നമുക്ക് വന്നിട്ടുള്ള തരത്തിലുള്ളതാവാം. പക്ഷേ ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മളുടെ ബുദ്ധിയുടെ തലത്തിലും ലോജിക്കിൻ്റെ തലത്തിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് ലോകത്ത് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനൊരു അവസരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇനി അടുത്ത ഒരു എപ്പിസോഡിലേക്ക് കാണുന്നതിനും നന്ദി ശാന്തി ചേച്ചി, ഇത്രയും സമയം നമ്മളോടൊപ്പം ചർച്ച ചെയ്തതിന്, അനുഭവം പങ്കുവച്ചതിന്. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നമസ്കാരം.